അന്തർ സംസ്ഥാന പാതയായ അതിരപ്പള്ളി മരക്കപ്പാറ റോഡിൽ വന്യമൃഗ ആക്രമണം പതിവാകുന്നു. കാനനപാതയിലൂടെ നടന്നു പോകുന്ന അല്ലെങ്കിൽ അതുവഴി യാത്ര ചെയ്യുന്ന വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്ന വിനോദസഞ്ചാരികളും യാത്രക്കാരും മൃഗങ്ങൾക്ക് ശല്യമുണ്ടാക്കുന്നതാണ് ഈ ആക്രമണങ്ങൾക്കുള്ള പ്രധാന കാരണം എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ വനനിയമങ്ങൾ മറികടന്ന് ഇത്തരം പ്രവർത്തികളിൽ ഏർപ്പെടുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാനാണ് ഇപ്പോൾ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ തീരുമാനിച്ചിരിക്കുന്നത്. ആ റിപ്പോർട്ടിലേക്ക്. പറമ്പിക്കുളം ടൈഗർ റിസർവിനോട് ചേർന്ന് മലയാറ്റൂർ, വാഴച്ചാൽ, ചാലക്കുടി ഫോറസ്റ്റ് ഡിവിഷനുകളിലായി വൻ വിസ്തൃതിയോടെ പരന്നുകിടക്കുന്ന വനമേഖലയാണ് അതിരപ്പള്ളി, വാഴച്ചാൽ, മലയ്ക്കപ്പാറ തുടങ്ങിയവ. അപൂർവ ഇനം സ്പീഷീസുകളിൽ ഉൾപ്പെടുന്ന ജന്തുജാലങ്ങളുടെ വിഹാരകേന്ദ്രം. തമിഴ്നാടിനെയും കേരളത്തെയും ബന്ധിപ്പിക്കുന്ന വനപാത കടന്നുപോകുന്ന ഈ മേഖലയിൽ വന്യമൃഗങ്ങൾ റോഡിലിറങ്ങുന്നത് പതിവാണ്. എന്നാൽ അടുത്ത കാലത്താണ് ഇവ മനുഷ്യർക്ക് നേരെയും വാഹനങ്ങൾക്ക് നേരെയും ഇത്ര കണ്ട് അക്രമാസക്തരാകുന്നത്. മലയ്ക്കപ്പാറ, വാൽപ്പാറ വരെയുള്ള അന്തർ സംസ്ഥാന പാതയിൽ പലയിടങ്ങളിലും വനം വകുപ്പ് നിരീക്ഷണം ശക്തമാണെങ്കിലും തുടർച്ചയായി വന്യമൃഗ ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വിനോദസഞ്ചാരികളും യാത്രക്കാരുമടക്കം ഇതുവഴി കടന്നുപോകുന്ന പലരും മൃഗങ്ങളെ പ്രകോപിപ്പിക്കുന്നതാണ് ഇതിനുള്ള പ്രധാന കാരണമായി വനം വകുപ്പ് ഉദ്യോഗസ്ഥർ വിലയിരുത്തുന്നത്. ആതിരപ്പള്ളി മലക്കപ്പാറ റൂട്ടിൽ സഞ്ചരിക്കുന്ന വിനോദസഞ്ചാരികൾക്ക് നിർദ്ദേശങ്ങൾ വനം വകുപ്പിന് 2 ചെക്ക് പോസ്റ്റിൽ നിന്ന് നൽകാറുണ്ട്. ഈ ചെക്ക് പോസ്റ്റിൽ നിന്ന് ലഭിക്കുന്ന നിർദ്ദേശങ്ങൾ അതേപടി പാലിക്കുകയാണെങ്കിൽ ഈ സഞ്ചാരപാത ഏതൊരു തരത്തിലുള്ള മനുഷ്യ വന്യജീവി സംഘർഷങ്ങളും ഉണ്ടാകില്ല എന്നുള്ള കാര്യം വനം വകുപ്പ് ഉറപ്പു നൽകുന്നു. അതിരപ്പള്ളി മുതൽ വാഴച്ചാൽ വരെയുള്ള കാനനപാതകളിൽ വിവിധ സ്ഥലങ്ങളിൽ വനം സംരക്ഷണ സമിതി പ്രവർത്തകരുണ്ട്. അതുകൊണ്ട് തന്നെ വിനോദസഞ്ചാരികൾക്ക് ഈ പ്രദേശങ്ങളിൽ വാഹനം നിർത്തുന്നതിനും പുറത്തിറങ്ങുന്നതിനും അനുവാദമില്ല. പക്ഷേ ഉദ്യോഗസ്ഥരുടെ അസാന്നിധ്യത്തിൽ പല സ്ഥലങ്ങളിലും മുന്നറിയിപ്പുകൾ അവഗണിച്ച് ആളുകൾ റോഡിലിറങ്ങുന്നത് അപകടങ്ങൾക്ക് കാരണമാകുന്നു. അനിമൽസിന്റെ പ്രസൻസ് ഉള്ള സ്ഥലങ്ങളിൽ അവിടെ വാഹനം നിന്ന് പുറത്തിറങ്ങാനോ കൂട്ടം കൂടി നിൽക്കാനോ ബഹളം വയ്ക്കാനോ പാടില്ല. ഇങ്ങനത്തെ മിനിമം കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചാൽ തന്നെ ഈ മേഖലയിൽ യാത്രക്കാർക്ക് സുരക്ഷിതമായി സഞ്ചരിക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ വന്യമൃഗങ്ങളുടെ അവർക്കും അത് ഈ പാസഞ്ചേഴ്സിന്റെ ഒരു പ്രസൻസ് കൊണ്ട് വേറെ ബുദ്ധിമുട്ടുണ്ടാകില്ല. വന്യമൃഗങ്ങളെ ശല്യപ്പെടുത്തുന്നവർക്കെതിരെ വനം വന്യജീവി സംരക്ഷണ നിയമപ്രകാരമാണ് കേസുകൾ രജിസ്റ്റർ ചെയ്യുക. 7 വർഷം വരെ കഠിന തടവും 10,000 രൂപയുമാണ് ഇത്തരം കുറ്റകൃത്യങ്ങൾക്കുള്ള പരമാവധി ശിക്ഷ. വന്യമൃഗങ്ങളുടെ സഞ്ചാരപഥത്തെ തടയുന്നതും 7 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കുന്ന കുറ്റകൃത്യമാണ്. എന്നാൽ നിയമങ്ങളെക്കുറിച്ച് അറിവുണ്ടായിട്ടും ചിലരുടെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളാണ് അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുന്നതെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു. ന്യൂസ് മലയാളം, തൃശൂർ.